അദ്ദേഹത്തെ കുറിച്ച് സംസം വെള്ളത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്. എന്താണ് സംസം വെള്ളത്തിന് മഹത്വമില്ല എന്ന് സലാം സുല്ലമി പറഞ്ഞിട്ടുണ്ട് എന്നാണ് കെ സക്കരിയയുടെ ഒരു വാദം. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. എന്തിനധികം സംസം വെള്ളത്തിന് യാതൊരു പുണ്യമല്ല. അത് ഇസ്മായിൽ നബി നോക്കൂ നിങ്ങൾ, സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് സലാം സുല്ലമി മുസ്ലിംകളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആരാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? നോക്കൂ നിങ്ങൾ, കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരണ വിഭാഗം, മുജാഹിദ് സെന്റർ കോഴിക്കോട്, മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ പുസ്തകത്തിലാണ് 298 പേജിലാണ് സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഇതാണിപ്പം ഇദ്ദേഹം ഹദീസ് നിഷേധിയാണ് എന്ന് പറയാൻ ഇവർക്കുള്ള ഒരു തെളിവ്. എന്താ ഇതിന്റെ വസ്തുത? നോക്ക്, ഇതുമായി ബന്ധപ്പെട്ട് അൽമനാറിലേക്ക് ഒരു ചോദ്യം തന്നെ അയച്ചിട്ടുണ്ട്. ചോദ്യം ഞാൻ വായിച്ചു തരാം. എ അബ്ദുസലാം സുലമി എഴുതി KNM പ്രസിദ്ധീകരിച്ച മുസ്ലിംകളിലെ അനാചാരങ്ങൾ ഒരു സമഗ്ര വിശകലനം എന്ന പുസ്തകത്തിൽ പേജ് 298 അധ്യായം 107 സംസം വെള്ളത്തിന്റെ ശ്രേഷ്ഠത. സംസം വെള്ളം രോഗശമനത്തിന് ഔഷധമാണെന്ന് പ്രസ്താവിക്കുന്ന ഹദീസുകളെല്ലാം തന്നെ ദുർബലമാണെന്നും സ്വഹീഹായ ഒരു ഹദീസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസം വെള്ളം കുടിക്കുവാൻ ഉപദേശിച്ചത് കാണുവാൻ സാധ്യമല്ലെന്നും പറയുന്നു. എന്നാൽ ഇപ്പോൾ ചില സലഫി പണ്ഡിതന്മാർ രോഗശമനത്തിന് അത് കഴിക്കാമെന്ന് പറയുന്നു. ഇത് ശരിയാണോ? എങ്കിൽ ഏതാണ് ആ ഹദീസ്? ഇത് ശരിയാണെങ്കിൽ മേൽ പുസ്തകത്തിൽ ഇത് തിരുത്തേണ്ടതില്ലേ? നോക്കൂ നിങ്ങൾ, ഇതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. ഇതിനുള്ള മറുപടി എന്താണ്? ഇതിനുള്ള മറുപടി നോക്ക്. ഇത് സംബന്ധിച്ച് ഒന്നിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചോദ്യത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അത്തരം ഹദീസുകൾ എല്ലാം ദുർബലമാണെന്ന് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. എന്നാൽ എല്ലാ പണ്ഡിതന്മാരും അത്തരം എല്ലാ ഹദീസുകളും ദുർബലമാണെന്ന് പറയുന്നുവെന്ന് അവകാശപ്പെടുന്നില്ല. ചിലർ ചില ഹദീസുകളെങ്കിലും സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം എന്നതിനെ നിഷേധിക്കുന്നില്ലെന്നു സാരം. പക്ഷേ ശരിയാണെന്നു പറഞ്ഞവരോട് ഗ്രന്ഥകാരൻ യോജിച്ചു കൊള്ളണമെന്നില്ല. ഇതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റില്ല താനും. എന്നാൽ മറുവശം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അതിനായി KNM പ്രസിദ്ധീകരിച്ച MM നദവിയുടെ ഹജ്ജ് ഉംറ കർമ്മ രീതിയും കഅബാലയ ചരിത്രവും എന്ന ഗ്രന്ഥത്തിന്റെ 59-60 പേജുകൾ വായിക്കുക. രണ്ടും മുന്നിൽ വെച്ച് താങ്കൾക്കൊരു നിഗമനത്തിലെത്തിച്ചേരാം. ഇവിടെ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്താ പറഞ്ഞത്? AP അബ്ദുൽ ഖാദർ മൗലവി അൽമനാറിലെ ഈ ചോദ്യത്തിന് മറുപടി കൊടുത്തപ്പോൾ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന AP അബ്ദുൽ ഖാദർ മൗലവി എന്താ പറഞ്ഞത്? ഇവിടെ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ വിലയിരുത്തപ്പെടുകയാണ് വേണ്ടത്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നോക്ക്, ഈ രീതിയിൽ വിശദീകരി